അയ്യപ്പേട്ടാ, ഈ പി വി അൻവർ സത്യത്തിൽ ഈ പി വി അൻവറിൻ്റെ കയ്യിൽ ഈ പറയുന്ന കണക്കിന് വലിയ ഓലപ്പടക്കം പോലും ഇല്ല. ഗുണ്ടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയായിരുന്നു. പക്ഷെ സതീശന് മനസ്സിലായി ഗുണ്ട് പോയിട്ട് ഒരു ഓലപ്പടക്കം പോലും, അത് നനഞ്ഞത് പോലും മൂപ്പറുടെ കയ്യിലില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ നീക്കമൊക്കെ നടന്നത്. അൻവർ ചീറ്റി പോയതും അല്ല, വി ഡി സതീശനെ സംബന്ധിച്ച് അൻവർ എന്താണെന്ന് മറ്റേത് കോൺഗ്രസ്സുകാരനേക്കാളും വി ഡി സതീശന് പിടികിട്ടി കഴിഞ്ഞു. അൻവർ അതായത് പിണറായി വിജയന്റെ ബാന്ധവം ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, അജിത് കുമാറിനെ മാറ്റുക, പിന്നെ പൂരം കലക്കലിന്റെ സംഭവത്തിലുള്ള എന്താണ് അന്വേഷണം വേണം, മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമായിരുന്നു. അതിൽ അജിത് കുമാറിന്റെ കേസിൽ അവർ ചെയ്യാനുള്ളത് ചെയ്തു. അജിത് കുമാറിനെ പിന്നെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി, അത് ചെയ്തു. അപ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറേ എവിഡൻസ് രേഖകളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു. കാര്യം ഈ സർക്കാരിനെ പൂട്ടാൻ, പിണറായി വിജയനെ പൂട്ടാൻ എന്നൊക്കെയുള്ള ഇദ്ദേഹത്തിന്റെ ഒരു തള്ളായിരുന്നു. ശരിക്കും ആ തള്ള് ഒന്നുമില്ല എന്നുള്ളത് കാലങ്ങൾ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോപ്പുണ്ട്, ഒരു വെടിക്കോപ്പുണ്ട്. ഈ വെടിക്കോപ്പ് എൻ്റെ കയ്യിൽ ഉണ്ട് 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 എന്നിങ്ങനെ പറയുമ്പോഴും അത് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ ഞാൻ കാണിക്കണം. എങ്കിലേ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സംഭവം ഉണ്ടടാ നിന്നെയൊക്കെ പൂട്ടാൻ എന്നുള്ളത് കാണിക്കുമ്പോൾ അത് ഉണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ശത്രുവിനും തോന്നണം, കൂടെ ഉള്ളവർക്കും തോന്നണം. ഇതിപ്പം അൻവറിന്റെ കയ്യിൽ ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല എന്നുള്ള കാര്യം. അതായത് അൻവർ LDF നിന്ന് പുറത്തു പോയ സമയം മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഉണ്ട്, ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും പൊട്ടിക്കൂല. കുറച്ച് കാര്യങ്ങൾ ഈ നമ്മൾ പറയില്ലേ അലവലാതി ഷാജിയെ പോലെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതല്ലാതെ അൻവറിന്റെ പറച്ചിലുകൾക്ക് അതിന് മാത്രമുള്ളൊരു സ്വീകാര്യത അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും പൊതുജനമായാലും കൊടുത്തിട്ടില്ല. പിന്നെ അൻവറിനെ ബൂസ്റ്റപ്പ് ചെയ്തത് അവരുടെ അന്നന്നത്തെ ബ്രേക്കിങ്ങിന് വേണ്ടി, അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മാത്രമല്ലേ. അപ്പൊ അതും ഒരു ഇതല്ലേ, അൻവറിനെ ബൂസ്റ്റ് ചെയ്തത് ഈ മാധ്യമങ്ങളും. എന്നാൽ അൻവറിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇതൊക്കെ ചെയ്തിട്ടും ജനങ്ങൾക്ക് വരെ മനസ്സിലായി. അല്ല പ്രീത, ഇതിനകത്ത് നമ്മൾ ആ ഒരു മമ്മൂട്ടിയുടെ ഒരു ചട്ടമ്പിനാട് സിനിമയിലെ ദശമൂലം രാമു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ദാമു, ഈ തല്ല് വാങ്ങി നടക്കുന്ന ആ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം, അതുമായിട്ട് തന്നെ സെയിം ഈക്വാലിറ്റി തന്നെയാണ് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചാൽ പി വി അൻവർ എന്നാണോ ഇതിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ അല്ല വി ഡി സതീശൻ, പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഈ പറയുന്ന കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ ഒരു സോഫ്റ്റ് കോർണറിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇപ്പൊ കെ സുധാകരൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ സഹായിക്കണമെന്നൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ, കെ സുധാകരൻ വനം മന്ത്രിയായിരുന്നു. ഇദ്ദേഹം ഒന്ന് തടിമില്ല് മുതലാളിയും കൂടെ. ഇദ്ദേഹം ഒരു മുതലാളിയാണല്ലോ അൻവർ എന്ന് പറഞ്ഞ ഒരു മുതലാളിയാണ്. മുതലാളിയുടെ ഭാഷ്യമാണ് അൻവർ കാണിക്കുന്നത്. നമ്മൾ ആ ശരീരഭാഷ ശ്രദ്ധിച്ചത് തന്നെ ശരിയായ ഒരു തനി ഹുങ്കുള്ള ഒരു പുതുപ്പണക്കാരന്റെ സ്വഭാവം. അപ്പൊ അത് പിണറായി വിജയന്റെ അടുത്ത് ചെലവായി. കാര്യം പിണറായി വിജയനെ സംബന്ധിച്ച് കാശാണ് ആവശ്യം, ഇതേപോലത്തെ ഒരു ഡൊണേറ്ററാണ് ആവശ്യം. മാത്രമല്ല പിണറായിയുടെ കയ്യിൽ അല്പം ആഡംബരമുണ്ട്. ഒരു മിനിയേച്ചറാണ്, എൻ്റെ വാപ്പയാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ തൻ്റെടിയും ഇതൊരു ചെറിയ തൻ്റെടിയും. ഈ തൻ്റെടൊക്കെ നിന്റെ പോക്കറ്റ് വെച്ചാൽ മതി എന്നാണ് സതീശൻ പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ, ഈ അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു MLA ആയത് എന്ത് കഷ്ടപ്പെട്ടിട്ടെന്നറിയും. എത്രയെങ്കിലും പാർട്ടികളെ പുറകെ നടന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നാണ്. ഒരാളുടെ ഗതികളെന്ന് ആലോചിച്ച് നോക്കുക. പണം കൊണ്ട് CPIയുടെ ഓഫീസിൽ വരെ CK ചന്ദ്രപ്പ ഇറങ്ങി പോകാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. അങ്ങനെയുള്ള ഒരു കഥയുള്ള ഈ അൻവറിനെ സംബന്ധിച്ച് അൻവർ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ, ഒരു ഭരണകൂടത്തിനെതിരെയും ഒരു മുഖ്യമന്ത്രിക്കെതിരെയും കേവലം ഒരു MLA പദം രാജിവെച്ച് അയാൾ കാണിച്ചതെല്ലാം ഫ്ലോപ്പാണ്. കാണിച്ചതെല്ലാം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനെ എന്താ ഒറ്റയാൾ പട്ടാളം നടത്താൻ പോകുന്നത്? എന്താ ഇതിനെക്കുറിച്ച് കരുതുന്നത്? 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഒരു ടേം മുഖ്യമന്ത്രിയായി. ഈ കണ്ട പാർട്ടിക്കകത്ത് ഓതിരം ഘടകം വെട്ടി നിൽക്കാൻ അറിയാന്നുള്ള പിണറായി വിജയന്റെ ഉടനെ ഈ അൻവർ ഈ ഒരു പ്രായം വരെ അദ്ദേഹം നിന്നു എന്നുള്ളത്. ഈ 80 വയസ്സ് വരെ ഓതിരം ഘടകം കളിച്ച പിണറായി വിജയനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മനസ്സിച്ചിരിക്കും, എടാ നീ പോയി വല്ല തരത്തിൽ പോയി കളിയടാ, ആനയുടെ മുമ്പ് കൊതുക് വന്ന് നിൽക്കുന്ന പോലെ ഉള്ളടാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതാണ് ഇതിനകത്ത് സത്യം. 2, പിണറായി അല്ല പിന്നെ CPM അല്ല കോൺഗ്രസ് എന്നുള്ളത് അൻവറിന് മനസ്സിലായി. എന്തുകൊണ്ട് സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധാകരൻ്റെ വനം മന്ത്രിയായിരുന്നപ്പോൾ ചില കച്ചവടങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയ ഒരാളാണ്. സുധാകരൻ
എൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഇങ്ങനെ കിടന്ന് ആ ബഹളം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത് അൻവറിന് UDF അല്ലെങ്കിൽ UDF ഒരു അഭയം കിട്ടിയേ പറ്റൂ. ആദ്യം ഇവിടെ പോയി അങ്ങ് സ്റ്റാലിൻ്റെ കൂടെ അങ്ങ് തമിഴ്നാട്ടിലെ DMK പുറകെ പോയി. കളഞ്ഞല്ലോ. അത് ഇവിടുന്ന് പണി വെച്ച് സ്റ്റാലിനും ഇദ്ദേഹവും തമ്മിൽ മച്ചമ്പിയാ ആര് പിണറായിയുമായിട്ട് തട്ടി അങ്ങ് മാറ്റി. ദെൻ അടുത്ത് പോയിട്ടാണ് ഈ തൃണമൂല്. ആ പെണ്ണുപിള്ളയ്ക്കാണെങ്കിൽ അവിടുത്തെ കാര്യം നോക്കാനും നേരമില്ല. അത് തലയ്ക്ക് വെളിവില്ലാത്ത വേറൊരു അവതാരം. ആ തലയ്ക്ക് വെളിവില്ലാത്ത അവതാരത്തിന്റെ കൂടെ ഇദ്ദേഹം ഇവിടെ കേരളത്തിൽ എന്തുണ്ടാക്കാനാണ്? തൃണമൂൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ കൺവീനർ. അപ്പോഴും തന്നെ ഇയാളെ കാര്യം തീർന്നു. പിന്നെ ഇതിനകത്തുള്ള വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇദ്ദേഹം ചെന്ന് ഇന്നലെ മുസ്ലിം ലീഗിൽ പോയിരുന്നു. മുസ്ലിം ലീഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. മുസ്ലിം ലീഗിന് അധികാരമില്ല ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും കുഞ്ഞാലിക്കുട്ടി കിങ് മേക്കറാണ്. കുഞ്ഞാലിക്കുട്ടി MP ആയിട്ട് ഇവിടുന്ന് പോയിട്ട് അതും കളഞ്ഞിട്ട് ഇവിടെ വന്ന് MLA ആയി മത്സരിച്ച കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് സ്റ്റേറ്റ് കാർ നമ്പർ 2 നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത മുറി. ഇതൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സ്വപ്നം. കുഞ്ഞാലിക്കുട്ടിയുടെ സ്വപ്നം അതാണ്, സ്വർഗം അതാണ്. അങ്ങനെയുള്ള കുഞ്ഞാലിക്കുട്ടിയല്ല തങ്ങളല്ല അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഭരണത്തിലങ്ങ് കയറണം. ഇവർക്ക് ഇവിടെ കിടന്നുള്ള കളികളെ പറ്റുള്ളൂ, കേരളത്തിൽ കളിയേ പറ്റുള്ളൂ. അങ്ങ് കേന്ദ്രത്തിലേക്ക് പോയാൽ ഇവരുടെ കളികൾ നടക്കില്ല. അതുകൊണ്ടാണ് MP സ്ഥാനം പോലെ രാജിവെച്ച് ഇവിടെ ഒന്ന് ഭാഷ അറിയണം, 2 ഡൽഹി പോലൊരു സ്ഥലത്തൊക്കെ പോകുക പറഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ജ്ഞാനം വേണം. പ്രീത പറഞ്ഞ പോലെ, അല്ലാതെ ഈ ഇട്ട കേരളത്തിൽ കിടന്ന് കളിക്കുന്ന പോലെയല്ല. അതാണ് ഇവിടുന്ന് പല മഹാന്മാരും പോയിട്ട് അയ്യോ ഞാൻ താങ്ങി പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. കാര്യം എന്തോ അതിനിത്തിരി സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ വേണം. നേതാവ് തന്നെ അങ്ങ് മാറുകയാണ്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്നലെ കോംപ്രമൈസിന് എഴുതുന്നതെന്നാണ് പറയുന്നത്. തങ്ങളും അവർക്കുമൊക്കെ ഏറ്റവും നല്ല വില കൂടിയ സെൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ സ്റ്റേറ്റ് കാറിൽ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം പോകുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലമായി. നടക്കണ്ടേ, എങ്ങനെയെങ്കിലും നടക്കണം. അതുകൊണ്ട് അൻവറേ ഇനി വായോ മോനെ, നമുക്ക് കോംപ്രമൈസ് ആക്കാം, സീറ്റ് തരാം എന്ന് പറഞ്ഞു. ലീഗിന് താല്പര്യമുണ്ടോ? അപ്പോ അൻവറിനെ ഉണ്ട്, ലീഗിന് താല്പര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ലീഗിന് മനസ്സിലാക്കാൻ പാടില്ല, ഇത് ഇങ്ങനെ എവിടെ പോയാലും അതൊരു കുളം കലക്കിയാണ്, തലവേദനയാണല്ലോ. പ്രജിത, ഒരു ഇലക്ഷൻ വരുമ്പോൾ അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കുളം കലക്കികളും കൊമ്പുകുലിക്കുകളും അങ്ങനെയുള്ളവന്മാർ എല്ലാത്തിനും കൂടെ നിർത്തി സീറ്റ് ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ആസനം ഉറപ്പിക്കണം സീറ്റിൽ. എന്നിട്ട് നിങ്ങൾ എന്തുവാണോ കാണിച്ചോ. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആസനം ഉറപ്പിക്കുന്നിടത്ത് നായ്ക്കൊറണപ്പൊടിയാണ് ഇരിക്കണമെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് പിന്നത്തെ കാര്യമാണ്. ആദ്യം ജയിച്ചു കഴിയട്ടെ, എന്നിട്ട് ഇരിക്കാൻ പോണ സീറ്റിൽ പിന്നെ നായ്ക്കൊറണപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ എണീറ്റങ്ങ് പോയിക്കോളും. അത് പിന്നെയാണ്. അവിടെയാണ് കുഞ്ഞാലിക്കുട്ടിയും ടീമും തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഭരണത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ സാധുക്കലി തങ്ങളെ കാണാൻ പോയി. അപ്പോൾ ഈ സീറ്റല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സീറ്റ് പറഞ്ഞുറപ്പിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം UDF എങ്ങനെയെങ്കിലും UDF നില്ലടേ. എന്നിട്ട് നമ്മളെയൊക്കെ കാണക്കൊണ്ട് വാർത്തകളിലൊക്കെ മെയിൻ സ്ട്രീമിലെ ചേട്ടന്മാരുടെ അടുത്ത് പറയും ഞങ്ങൾ അങ്ങേരട്ട് ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. വാസ്തവത്തിൽ കുഞ്ഞാലിക്കുട്ടി പണ്ട് ആന്റണിയും പിന്നെ നമ്മുടെ K കരുണാകരനും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അവിടെയും ഉമ്മൻചാണ്ടി കിങ് മേക്കറാവും. എങ്ങനെ? ഉമ്മൻചാണ്ടിക്കും ലീഗിനും ഒക്കെ ഈ പറയുന്ന രീതിയിൽ ഒരു സീറ്റോ അല്ലെങ്കിൽ ഒരു ഭരണമോ ഇല്ലെങ്കിൽ ഇവരൊക്കെ വെറും പിച്ചക്കാരന്മാരെക്കാൾ ഇതാണ്. കാര്യം നിയമസഭയിൽ വന്നിട്ട് ബഷീർ ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തത്തിൽ വിമർശിച്ച് കയ്യടി നേടുന്ന പ്രസംഗമൊക്കെ ഉണ്ട്. ബഷീറൊക്കെ ഭരണമില്ലെങ്കിൽ ബഷീർ ഒന്നുമല്ല. ബഷീർ MLA അറിയല്ലോ സംസാരിക്കണം. ബഷീർ ഒന്ന് ഭംഗിയായിട്ട് സംസാരിക്കണേ, ഭയങ്കര രസമാണ്. അദ്ദേഹം ഒരു പഴയ നേതാവിൻ്റെ മകനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഈ പറയുന്ന രീതിയിൽ അൻവർ പിന്നെ കോൺഗ്രസിൽ UDFിലേക്ക് തന്നെ നിന്നേ പറ്റുള്ളൂ. കാര്യം അൻവറിൻ്റെ കയ്യിലുള്ളത് നനഞ്ഞ പടക്കമാണെന്ന് VD സതീശൻ അറിയാം. സുധാകരൻ്റെ സപ്പോർട്ട് വെറും നീ പോണ്ട എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ ഏറ്റവും സൗഹൃദമുള്ള നമ്മൾ ഒരു സംഘങ്ങളുടെ ഇപ്പം ഒരാളെ എതിർത്ത് നിൽക്കുവാണ്. ഈ എതിർത്ത് നിൽക്കുന്ന ആളിന് ആകെ ഒരാളെ സപ്പോർട്ട് കാണുള്ളൂ. അവൻ വന്നിട്ട് നീ നില്ല് തൽക്കാലം, അവന്മാർ കൊട്ടട്ടെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഈ ഉണ്ടെന്ന് പറയണോ ഒന്നും ചെയ്യത്തില്ല. സത്യവതാ. അപ്പോൾ ഈ കിട്ടാവുന്നുള്ള കൊട്ടെല്ലാം വാങ്ങിയ ചെണ്ടയായി ഇനി എവിടെ പോവാനാ? നിന്നാൽ ചിലപ്പോൾ അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ പോലെങ്കിലും നിന്ന് പോകാൻ പറ്റും. ഇപ്പൊ സതീശൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയട്ടെ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന്. തിരിച്ച് ഇദ്ദേഹം പറയുന്നു സതീശൻ പറയട്ടെ എന്നെ കൂടെ. ഞാനിപ്പോൾ ഒരു അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ RMPയെ പോലെ വെളിയിൽ ഇങ്ങനെ തീണ്ടാപ്പാടാകലെ നിർത്തി. RMP ഒരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ള പാർട്ടിയും പിന്നെ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ടി.പിയുടെ ഭാര്യയുടെ പാർട്ടിയാണ്. ഏതായാലും വയനാട് ഒരു സീറ്റ് മുസ്ലിം ലീഗുമായി പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അത് ഏത് സീറ്റ് എന്നുള്ള കാര്യം RMPയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തതാണ്. RMPയുടെ വില പോലും പക്ഷേ അൻവറിന്റെ ഒരിക്കലും കിട്ടില്ല. കാര്യം അൻവർ ഒരു മുതലാളിയുടെ ഭാഷ, ഇത്രയും അഹങ്കാരം ഒരു രാഷ്ട്രീയക്കാരന് മെയ്വഴക്കമില്ല. പറയാൻ പാടില്ലാത്ത എല്ലാം വിളിച്ചു പറഞ്ഞു. ഇത് സതീശൻ കാണിക്കുന്നതിലോ UDF ഇങ്ങനെ കാണിക്കുന്നതിലോ ഒരു തെറ്റുമില്ലെന്നേ സമൂഹത്തിന് ഇതിൽ പറയാനുണ്ടാവും.